ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രിയുണ്ട്. സൂര്യഗായത്രി, ഈ അതിരൂപത ബിഷപ്പിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് അവിടെ കാർമ്മികത്വങ്ങൾ പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ? അജിംഷാദ്, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ 7 മണിക്ക് തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്നത്തെ ഓശാന ചടങ്ങുകൾ ആരംഭിക്കുകയായി. 7 മണിക്ക് തന്നെ കുരുത്തോല പ്രദക്ഷിണം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പരിസരത്തോടി വിശ്വാസികൾ കുരുത്തോലയുമായി പ്രദക്ഷിണം നടത്തി. തുടർന്ന് വീണ്ടും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വന്നു എത്തിച്ചേർന്നു. രാവിലെ സാദാ കുർബാനയോട് കൂടിയാണ് ഓശാന ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചത്. അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണത്തിന് ശേഷം ഇപ്പോൾ ഓശാനയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളും ശുശ്രൂഷകളും ഒക്കെ തന്നെ നടക്കുകയാണ്. ഇപ്പോൾ തോമസ് ജെ നെറ്റോ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പള്ളിക്കുള്ളിൽ സംസാരിക്കുകയാണ്. ഇനിയൊരു 50 ആഴ്ച, അതായത് പെസഹവേദം, അതുപോലെ തന്നെ ദുഃഖവെള്ളി, അത് കഴിഞ്ഞ് ഈസ്റ്റർ വരുന്നുണ്ട്. ഈ അടുത്ത ഒരു ആഴ്ച എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒരു 50 ദിന നോമ്പിലൂടെയാണ് വിശ്വാസികൾ ഈ കടന്നു പോകുന്നത്. ഇത് അവസാനിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച, ഈസ്റ്റർ ദിനം ആഘോഷമായിട്ട് വിശ്വാസികൾ കൊണ്ടാടുന്നത്. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് പീഡാനുഭവ വാരമായിട്ട് കൂടിയാണ് ഈ വിശ്വാസികൾ ആചരിക്കുന്നത്. അതായത് യേശുദേവനെ, ജെറുസലേമിലേക്ക് എത്തിയ ക്രിസ്തുദേവനെ സ്വീകരിക്കുന്ന ഒരു ദിനമാണ്. അതിന്റെ ഓർമ്മ കൂടിയായിട്ടാണ് ഓശാന നാൾ ലോകമെമ്പാടും ക്രൈസ്തവർ ഇത്തരത്തിലൊരു ആഘോഷമാക്കി തന്നെ നടത്തുന്നത്. ഇനിയൊരു ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു ആഴ്ച അവർ ആചരിക്കുന്നത് പീഡാനുഭവാരമായിട്ടാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഈസ്റ്ററോട് കൂടി ഈ ചടങ്ങുകളൊക്കെ അവസാനിക്കും. അതുപോലെ തന്നെ നോമ്പും അവസാനിക്കും. 50 ദിനമായിട്ട് 50 ദിവസങ്ങളായിട്ട് തുടർന്ന് പോകുന്ന ഈ ഒരു നോമ്പും ഈസ്റ്ററോട് കൂടിയാണ് അവസാനിക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പള്ളികളിലൊക്കെ തന്നെ രാവിലെ 7 മണിക്ക് തന്നെ ഈ ഓശാനയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളും ശുശ്രൂഷകളും ഒക്കെ ആരംഭിച്ചിരുന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റുവാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചതെങ്കിൽ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ബസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവയാണ്. അത്തരത്തിൽ ഇനി ഔഷാനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ തന്നെ പള്ളിയിൽ പുരോഗമിച്ചു വരികയാണ്. അജിംഷാദ്. ശരി സൂര്യഗായത്രി, ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. മേഘ്ന, എന്തൊക്കെയാണ് ഈ കുർബാന ഞായറിൻ്റെ പ്രത്യേകതകൾ? എങ്ങനെയാണ് കോഴിക്കോട് വിശ്വാസികൾ ഇത് കൊണ്ടാടുന്നത്?